ഹലോ ഗൈസ്, വെൽക്കം ടു സെൻറ്റാംഗിൾ ഡേ 10. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെനും പേപ്പർ എടുക്കുക, എന്നിട്ട് കുറച്ച് സിക്സ് ആക്ക് ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ലൈൻസ് കൂടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ആദ്യം തന്നെ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത ശേഷമാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി കർവ്ഡ് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു കോൺ ഷേപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ കർവ്ഡ് ഷേപ്പ് വരച്ചതിൻ്റെയൊക്കെ ഉൾഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു മാർക്കറോ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാൻ ചെയ്യുന്നത് ഒരു 0.5 ഒരു പെൻ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കർവ്ഡ് ഷേപ്പുകളെ നമ്മളിനി എലാബറേറ്റ് ചെയ്ത് കൂടുതൽ കർവ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് സെൻറ്റാംഗിൾ ആർട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇത് കാര്യം വരയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ വരച്ചുണ്ടാക്കാൻ ഭയങ്കര മെനക്കേടല്ലെന്ന്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ്. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ആളും അനക്കവും വെട്ടവും വെളിച്ചെന്നുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ആളും അനക്കവും ഒക്കെ ഉള്ളതിൻ്റെ നടുക്ക് പോയിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാര്യം നിങ്ങളെന്ത് തേങ്ങയാണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനാണ് ആൾക്കാരെ കൊണ്ട് അതും പറയിപ്പിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലിരുന്ന് ഇത് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യം കേട്ടോ. ഇനി എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇതുപോലെ ഇതിൻ്റെ ഓരോ സൈഡുകളും ഈ പെൻസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. വലിയ ചിത്രകാരന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചുമ്മാ ഇവിടെയൊക്കെ വരച്ചു കൊടുത്തു. അവസാനം ഫൈനൽ ലുക്ക് ഏറെക്കുറെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഒറിജിനാലിറ്റി ലുക്കിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആ ഷെയ്ഡിങ് ചെയ്യുന്നത്. അത്ര ശരിയായിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കുഴപ്പമില്ല. പിന്നെ എൻ്റെ കോൺ ഷേപ്പിനൊക്കെ ചെറിയ ഏങ്കോണിപ്പൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി ചെയ്താൽ മതി. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. ബൈ.